നമസ്കാരം. കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ വെച്ച് നടന്ന സംഭവം നിങ്ങൾ എല്ലാവരും വാർത്തകളിലൂടെ കേട്ട് കാണും. ട്യൂഷൻ സെന്ററിന്റെ ഫ്രണ്ടിൽ വെച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം, ഉന്ത് തള്ള്, വഴക്ക്, ബഹളം. അവസാനം ഈ സംഘർഷത്തിൽ ഇൻവോൾവ് ആയ ഒരു പയ്യൻ, ഷഹബാസ് എന്നാണ് അവന്റെ പേര്. ആ പയ്യന് അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇനി ഒന്നുമില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. 15 വയസ്സ്. SSLC എക്സാം വരുവാണ്, അറിയാലോ. അപ്പോൾ അവന്മാർക്ക് പരീക്ഷ എഴുതണ്ട, പഠിക്കണ്ട, ക്ലാസ്സിൽ ശ്രദ്ധിക്കണ്ട, സ്കൂളിൽ പോകണ്ട, അവന്മാർക്ക് യാതൊരു രീതിയിലുള്ള ഫ്യൂച്ചറും വേണ്ട. അവന്മാർക്ക് ഗ്യാങ്സ്റ്റേഴ്സ് ആയാൽ മതി. 2 സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് ഈ പ്രശ്നമുണ്ടായത്. 2 ഗ്യാങ് കൂടി നടക്കുകയാണ്, പഠിക്കാൻ പോവാണ്. മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് ഇവന്മാരെ പഠിക്കാൻ വേണ്ടിയിട്ട് വിടും. അവന്മാരോ സ്കൂളിൽ ഗ്യാങ് കളിച്ച് നടക്കുകയാണ്. തൻ്റെ ഗ്യാങ്ങിൽപ്പെട്ട ഒരുത്തനെ മറ്റൊരു സ്കൂളിൽ നിന്നുള്ള ഗ്യാങ്ങിൽപ്പെട്ട ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും. അത് ചെയ്യാൻ പാടില്ല. എൻ്റെ ഈഗോ ഹർട്ടായി. ഞാനാണ് നേതാവ്. ഞങ്ങളിൽ ഒരുത്തനെ തൊട്ട് കളിച്ചാൽ പിന്നെ തീർന്നു, എല്ലാം അവസാനിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയതാണ്. ഈ ജീവൻ പോയ ഷഹബാസ് എന്ന് പറയുന്ന പയ്യൻ, ആ പയ്യൻ ആ ട്യൂഷൻ സെന്ററിലല്ല പഠിക്കുന്നത്. അവൻ അവിടേക്ക് പോയതാണ്. ഇപ്പൊ ഇരുന്ന് വാങ്ങുക എന്നൊക്കെ പറയത്തില്ലേ, അവിടേക്ക് പോയതാണ്. അല്ലാതെ വെറുതെ അവൻ വീട്ടിലിരുന്നേ അല്ല. വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. 2 കൂട്ടരും കൂടി വലിയ വഴക്കായി, പ്രശ്നമായി. നഞ്ചക്കെന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടല്ലോ, ഒരു സംഭവമുണ്ട്, ഒരു ടൂൾ. ആ സാധനമൊക്കെ എടുത്തോണ്ടാണ് പോകുന്നത്. പണ്ട് ഈ സിനിമയിൽ കണ്ടിട്ടില്ലേ, ഹോക്കി സ്റ്റിക്കുമായിട്ടൊക്കെ പോകുന്നത്. അതേപോലെ ഈ ഐറ്റംസും ഈ ടൂൾസും ഒക്കെ കൊണ്ടാണ് ഇവന്മാർ തമ്മിൽ വഴക്കുണ്ടായത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ അതിലൊരുത്തൻ്റെ ജീവൻ പോകണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള വഴക്കായിരിക്കും അവിടെ നടന്നത് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പോൾ ഈ പയ്യന്മാരുടെ ഫോട്ടോസോ ആ പയ്യന്മാർ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്നൊന്നും പുറത്തു വിടാൻ പറ്റത്തില്ല. കാരണം പ്രായപൂർത്തിയായിട്ടില്ലല്ലോ. അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കമന്റ് സെക്ഷനിൽ ചോദിക്കുന്നത് കേട്ടു. കുറേ വാർത്തകളുടെയൊക്കെ കമന്റ് സെക്ഷനിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അവന്മാരുടെ ഫോട്ടോസ് എവിടെ, അവന്മാർ എവിടെയാണ് പഠിക്കുന്നത്. അതൊന്നും പുറത്തു വിടാൻ പറ്റത്തില്ല. അൺഫോർച്ചുനേറ്റ്ലി അതിന് പറ്റത്തില്ല. ഇവന്മാർ പയ്യന്മാരാണോ ചെറിയ കുട്ടികളാണോ? നമുക്ക് 15 വയസ്സുണ്ടായിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. പോട്ടെ, നമ്മുടെ പേരൻസ്, അവർക്ക് 15 വയസ്സുള്ളപ്പോൾ അവരെങ്ങനെയായിരുന്നു? നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷ എന്ന് പറയുന്നൊരു ചിന്തയെ കാണത്തുള്ളൂ നമ്മുടെ തലച്ചോറിൽ. വേറൊന്നും നമുക്ക് ഇല്ല. എങ്ങനെയും പരീക്ഷയ്ക്ക് പഠിക്കണം, പരീക്ഷ എഴുതണം, പാസ്സാകണം എന്നുള്ള ചിന്തയിലൂടെ ആയിരിക്കും നമ്മളൊക്കെ നടക്കുന്നത്. പക്ഷെ ഇവന്മാര് എങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കണം, ബഹളം ഉണ്ടാക്കണം, തമ്മിത്തല്ലണം. ആര് വലുത്, ആരാണ് ഏറ്റവും വലിയ നേതാവ്? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? സിനിമയിൽ 2 ഗ്യാങ് ഉണ്ടെന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഗ്യാങ്ങുകൾ എന്ത് പറഞ്ഞായിരിക്കും വഴക്കുണ്ടാക്കുന്നത്? അതേ കാരണം പറഞ്ഞിട്ടാണ് റിയാലിറ്റിയിൽ കുട്ടികളെന്ന് ഞാൻ അവരെ വിളിക്കത്തില്ല, മുതുക്കന്മാർ അങ്ങനെ വിളിക്കാം, മുതിർന്നവരെന്ന് തന്നെ വിളിക്കാം. കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തിയല്ലല്ലോ അവന്മാർ ചെയ്യുന്നത്. മുതിർന്നവർ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവരെ മുതിർന്നവരെന്ന് തന്നെ വിളിക്കാം. പണ്ടൊക്കെ നമ്മുടെയൊക്കെ സ്കൂളുകളിലൊക്കെ നമ്മൾ ആരെങ്കിലും ചെറുതായിട്ടൊന്ന് നമ്മുടെ കൈയും കാണാൻ കൊണ്ട് അവന്മാരുടെ ദേഹമോ വല്ലോ വേദനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടിയാ. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വായിൽ നിന്ന് അറിയാതെ എന്തെങ്കിലും ചീത്തയായിട്ടുള്ള വാക്ക് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിയാ. അയ്യോ, നാളെ ഇനി വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വരും, ടീച്ചർമാരറിയും. ആ പേടി ഇന്നത്തെ വിദ്യാർത്ഥികൾക്കില്ല. വീട്ടുകാരെയും പേടിയില്ല, നാട്ടുകാരെയും പേടിയില്ല, പഠിപ്പിക്കുന്ന ടീച്ചർമാരെ പേടിയില്ല, അധ്യാപകരെ ആരെയും പേടിയില്ല. ഈവൻ പോലീസുകാരെ പോലും പേടിയില്ല, നിയമത്തെ പോലും പേടിയില്ല. ഈ സംഭവം കഴിഞ്ഞ് ഈ വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ചാറ്റ് അത് നിങ്ങളൊന്ന് കേൾക്കണം. മുതിർന്നവരെക്കാട്ട് നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ അറിയാം ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക്. കാരണം അവർക്ക് അതിനുള്ള നോളേജ് ഉണ്ടല്ലോ. നമ്മളൊക്കെയാണ് ഇപ്പം ഔട്ട്ഡേറ്റഡ്, അവരൊക്കെ അപ്ഡേറ്റഡാണ്, എല്ലാ കാര്യത്തിലും അപ്ഡേറ്റഡാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവന്മാർ പറയുവാണ്, കൂട്ടം കൂടിയുള്ള സംഭവമല്ലേ, അതുകൊണ്ട് ആരുടെയും പേരിലും കേസ് വരത്തില്ല, ശിക്ഷിക്കപ്പെടത്തില്ല, ഒരു കുഴപ്പവും ഇല്ല. ഈ ഷഹബാസിനെ നമുക്ക് നിസ്സഹായനാണ്, നിഷ്കളങ്കനാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവൻ അങ്ങോട്ട് ചെന്നതാണ്. എന്തിനാണ് അനാവശ്യമായിട്ട് പ്രശ്നത്തിന് പോകുന്നത്? അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ചെറുക്കനായിരുന്നു പറയുന്നു, നല്ല ചെറുക്കനായിരുന്നു പറയുന്നു, നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്, കൂട്ടുകാരും പറയുന്നുണ്ട്. പഠിക്കുന്ന നല്ല ചെറുക്കനായിരുന്നുണ്ടെങ്കിൽ എന്തിനു പോയി? അതാണ് എൻ്റെ ചോദ്യം. ഷഹബാസിന്റെ ഒരു സഹപാഠി മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു. ഷഹബാസിന്റെ ഒരു സുഹൃത്തിനെ ഇവന്മാര് ഇതുപോലെ ചെയ്തു, ഇവന്മാർ കയറി തല്ലിയെന്ന് തോന്നുന്നു. അങ്ങനെ അതിന് ചോദിക്കാൻ ചെന്നതാണ്. അപ്പൊ ഈ സംഭവം ഉണ്ടായ സമയത്ത് ഷഹബാസ് ഇത് അറിഞ്ഞില്ല. അതിനുശേഷം
ഇവന് വേണ്ടി ചോദിക്കാൻ പോയതാണ് ഇവന്മാരെല്ലാവരും കൂടെ ചേർന്ന്. വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്കാണ് നമ്മുടെ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളുടെയൊക്കെ മൈൻഡ് സെറ്റ് ഈ രീതിയിൽ ഷിഫ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും കാരണം? എൻ്റെ മുമ്പിൽ ഒരു കാരണമേ ഉള്ളൂ, ഉപയോഗിക്കുന്ന വസ്തുക്കൾ. സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ പോലും ഇപ്പം അത്തരം വസ്തുക്കളുടെ ഉപയോഗം കൂടുതലാണ്. അവർക്ക് നല്ലതേതാ ചീത്ത ഏതാ എന്നൊന്നും അവർക്കറിയില്ല. തെറ്റേതാ ശരി ഏതാ എന്നൊന്നും തിരിച്ചറിയാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പം അവർക്കില്ല. അങ്ങനൊരു ബ്രെയിൻ അവർക്കില്ല. ഇപ്പം എങ്ങനെയും സിനിമയെ കാണുന്ന പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തീർക്കണം, എങ്ങനെ ഏറ്റവും മികച്ചവനാക്കി കാണിക്കണം എന്നുള്ള ചിന്താഗതി മാത്രമേ ഇപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ളൂ. ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികളും കണക്കാണ്, ആൺകുട്ടികളും കണക്കാണ്. ഇപ്പോൾ രണ്ടും ഒരേപോലെയാണ്. നേരത്തെ രണ്ടുപേരുടെയും ക്യാരക്ടർ തമ്മിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പം രണ്ടാൾക്കാരും ഒരുപോലെയാണ്. ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യുന്നതിൽ രണ്ടാൾക്കാരും മുന്നിട്ട് തന്നെ നിൽക്കുകയാണ്. പഠിക്കണ്ട, പരീക്ഷ എഴുതണ്ട, ആ മാതാപിതാക്കളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത്രയും വർഷം കഷ്ടപ്പെട്ട് നോക്കിയതാണ്. ഇതുകൊണ്ടായിരിക്കണം പണ്ടുള്ളവർ പറഞ്ഞത് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത്. ഈ മാമ്പൂ പൊഴിഞ്ഞു പോകത്തില്ലേ? മാമ്പൂ എന്ന് പറയുന്നത് ഒത്തിരി പൂക്കും. ഒരു മാവ് നമ്മൾ നോക്കുമ്പോൾ മാവ് പൂക്കുന്ന സമയമാകുമ്പോൾ മാവ് നിറച്ച് പൂവായിരിക്കും. ആ പൂ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഈ വർഷം നിറയെ മാങ്ങ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും നമ്മൾ ആ മാവിനെ നോക്കി കാണുന്നത്. പക്ഷേ ജസ്റ്റ് ഒരു മഴ പെയ്യുകയോ ഒരു കാറ്റടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ മാവിലെ പകുതി പൂവും പൊഴിഞ്ഞു പോവും. അതേപോലെയാണ് മക്കൾ എന്നാണ് പറയുന്നത്. ഇനിയുള്ള കാലഘട്ടത്തിൽ ആ പഴഞ്ചൊല്ല് ഏറ്റവും അർത്ഥവത്തായിട്ട് എടുത്ത് പ്രയോഗിക്കാം. ഇതുവരെ അത്ര ഇല്ലായിരുന്നു. കാരണം മക്കൾ അത്യാവശ്യം പേരൻസിന് അനുസരിച്ചിട്ടായിരുന്നു ജീവിക്കുന്നത്. പേരൻസിൻ്റെ ഇതൊക്കെ കണ്ടു അറിഞ്ഞ് വളരുമായിരുന്നു. പേരൻസിന് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വളരുമായിരുന്നു, പഠിക്കുമായിരുന്നു. കുറച്ചൊക്കെ ഒരു കാര്യ ഗൗരവത്തോടു കൂടിയിട്ടായിരുന്നു കുട്ടികൾ വളർന്നു വരുന്നത്. ഇനിയുള്ള കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ആ കാര്യഗൗരവം ഒന്നും കാണില്ല. മാമ്പൂ പോലെ ഇങ്ങനെ പൊഴിഞ്ഞു പോകും. ഒന്നെങ്കിൽ പറന്നു പോകും, അല്ലെങ്കിൽ പൊഴിഞ്ഞു പോകും, തറയെ വീണ്ടും നശിച്ചു പോകും. ഷഹബാസ് അതിനകത്ത് ഒരാളാണ്, ഒരു മാമ്പൂ എന്ന് വേണമെങ്കിൽ പറയാം. ഷഹബാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ നമുക്ക് ഒരു മാമ്പൂവായിട്ട് കണക്കാക്കാം. മര്യാദയ്ക്കൊക്കെ നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ നാളെ ഒരു വലിയ മാങ്ങയായി മാറേണ്ട മാമ്പൂ നിസ്സാര ഒരു കാറ്റ് വന്നപ്പോൾ താഴെ വീണു പോയി. ഇനി എന്ത് ചെയ്യാനാ? അപ്പോൾ ആ മാമ്പൂ കൊണ്ട് കൊതിച്ചുകൊണ്ടിരുന്ന മാതാപിതാക്കളുടെ അവസ്ഥയോ, ആ അമ്മയുടെ അച്ഛൻ്റെ അവസ്ഥയോ? ഇനി എന്ത് ചെയ്യാനാ? കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഈ കുട്ടികളുടെ ഇടയിലുള്ള ഈ ഇൻസ്റ്റഗ്രാം ഉപയോഗം എന്നാണ് ഇനി കുറയ്ക്കുന്നത്? 18 വയസ്സിന് ശേഷം, ഓക്കെ, പ്രായപൂർത്തിയായതിനു ശേഷം ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എല്ലാ രീതിയിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഇപ്പോൾ കുട്ടികൾക്കുണ്ട്. കോവിഡ് വന്നതിന് ശേഷമാണ് കുട്ടികൾക്ക് ഈ ഫോൺ ഉപയോഗം കൂടിയത്. അതിന് മുമ്പ് വരെ ഇല്ലായിരുന്നു. ശരിക്കും ഇതൊക്കെ നിയന്ത്രിക്കണം. ഇത്തരം ആപ്പുകൾ തന്നെ നിയന്ത്രിക്കണം. 18 വയസ്സിന് ശേഷം മാത്രമേ ഈ ആപ്പുകളിലൊക്കെ അക്കൗണ്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള സംവിധാനം വന്നായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും നമുക്കിതൊക്കെ നിയന്ത്രിക്കാമായിരുന്നു. കാരണം ഈ ആപ്പുകളിലൂടെയാണ് ഇപ്പോൾ കുട്ടികൾ പ്ലാനിങ് നടത്തുന്നത്. പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവന്മാർക്കൊന്നും ഒരു കുറ്റബോധവും ഇല്ല. ഒരു കുറ്റബോധവും ഇല്ലാതാണ് സംസാരിക്കുന്നത്. അവനത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചോടെ, ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. തൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ഇവന്മാരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അറസ്റ്റ് ചെയ്ത് പറഞ്ഞു വിടും, അത്ര തന്നെ. പരീക്ഷയല്ലേ വരാൻ പോകുന്നത്, കുട്ടികളുടെ ഭാവി പോകത്തില്ല. ഇവന്മാർക്കൊക്കെ എന്ത് ഭാവി? മുതിർന്നവരെ പോലെ പെരുമാറുന്ന ഇവന്മാരെ നമുക്ക് കുട്ടികളുടെ ഗണത്തിൽ പെടുത്താൻ പറ്റത്തില്ല. അവന്മാർക്ക് ഒരു ഭാവിയും ഇല്ല. സ്വന്തം പ്രായത്തിൽ തന്നെയുള്ള ഒരുത്തനെ കുരുതി കൊടുത്തു. ഇനി എന്ത് ഭാവി? നമ്മുടെ നിയമം മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഇനിയെങ്കിലും നമ്മുടെ നിയമം സ്ട്രിക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ കുട്ടികളും ടീനേജേഴ്സും മുതിർന്നവരും എല്ലാം തല കീഴായിട്ട് ഇങ്ങനെ ഇരിക്കും, തലതിരിഞ്ഞവരായിട്ട് മാറും.